നമസ്കാരം. കണക്ക് അഥവാ ഗണിതശാസ്ത്രം വളരെ വിഷമമാണ്. ഈ കാര്യം പല വിദ്യാർത്ഥികളും പറയുന്നതാണ്. അപൂർവം ചിലർ മാത്രമേ കണക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളുള്ളൂ അല്ലെങ്കിൽ കുട്ടികളുള്ളൂ. ഇനി എന്തിന് ഈ കണക്കുകളൊക്കെ അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിലെ സുപ്രധാന തത്വങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നു? എന്തിന് സൈൻ തീറ്റ എന്തെന്ന് പഠിപ്പിക്കുന്നു, കോസ് തീറ്റ എന്തെന്ന് പഠിപ്പിക്കുന്നു, സൈനും കോസും പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരാറുണ്ട്. ഇതൊക്കെ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമോ അഥവാ ഉയർന്ന തലത്തിൽ എത്തിയിട്ട് മാത്രം പോരെ എന്നുള്ളതാണ് അവരുടെയൊക്കെ ചോദ്യങ്ങൾ. അതിൻ്റെ കാരണങ്ങളും എന്തുകൊണ്ടാണ് ഇത് വിഷമമായി തീർന്നത്, ഗണിതശാസ്ത്രം വിഷമമായി തീർന്നത്, അതിൻ്റെ കാരണങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നിർദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അല്പം ലെങ്തിയായി ഈ വീഡിയോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഇതുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള സംഗതി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏത് തലത്തിലുള്ള ആയാലും ശരി, വിദ്യാഭ്യാസ തലത്തിലായാലും ശരി, അതായത് ഞാൻ ഉദ്ദേശിച്ച അക്കാദമിക് നിലവാരത്തിലുള്ള അധ്യാപകർക്കായാലും ശരി, കുട്ടികളെ പ്രാഥമിക ലെവൽ തൊട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരായാലും ശരി, അതുപോലെ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ രീതികളൊക്കെ ഉണ്ടെങ്കിലും ഗണിതശാസ്ത്രത്തിൽ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളായാലും ശരി, അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ദീർഘനാളത്തെ അതായത് വർഷങ്ങളോളം എടുത്തിട്ടുള്ള ഒരു ചിന്താരീതിയുടെയും പഠനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ മിടുക്കരായ കുട്ടികളെയും ഒക്കെ വിലയിരുത്താനായിട്ട്, സമയം കൊണ്ട് വിലയിരുത്താനായിട്ട്, അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ ചെയ്യപ്പെട്ട കാര്യങ്ങൾ, നോട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ പഠനഫലമായിട്ടാണ് ഈ കാര്യം പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എന്തുകൊണ്ട് ഗണിതശാസ്ത്രം വിഷമാകുന്നു? ആദ്യം തന്നെ പറയട്ടെ, എന്തിനാണ് ഗണിതശാസ്ത്രം പഠിക്കുന്നത്? അപ്പോൾ തന്നെ നമുക്ക് ആ സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റുകൾക്ക് ഏകദേശം 99% ഉത്തരം കിട്ടി. എന്തിനാണ് ഇത് പഠിക്കുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വരെ അല്ലെങ്കിൽ തത്വങ്ങൾ വരെ അത് ശരിയാണോ ഒക്കെ ഒന്ന് തെളിയിക്കാനായിട്ട്, അതിൻ്റെ കറക്റ്റ്നെസ്, വ്യാപ്തി എത്ര ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്, ഒരു മാർഗമാണ്, ഒരു ടൂളാണ്, ഒരു അളവുകോലാണ് ഈ ഗണിതശാസ്ത്രം എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ചെറിയ തലത്തിൽ തന്നെ തുടരാം. 2 പദാർത്ഥങ്ങൾ തന്നു, 2 നീളമുള്ള വസ്തുക്കൾ തന്നു. അതിൽ ഏതിനാണ് നീളം കൂടുതൽ എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? 2 വസ്തുക്കൾ തമ്മിൽ നീളത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ ഒറ്റ നോട്ടം കൊണ്ട് പറയാനായിട്ട് പറ്റും. എന്നാൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലോ, അപ്പോൾ നമുക്ക് എന്ത് വേണം? അത് തെളിയിക്കണമെങ്കിൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ നീളം അളക്കണം, രണ്ടാമത്തെ വസ്തുവിൻ്റെ നീളം അളക്കണം, ടാബ് ഉപയോഗിച്ചിട്ട് അളക്കണം. അത് സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ അളന്ന് നമുക്ക് തെളിയിക്കണം. ഒന്നാമത്തെ വസ്തുവിന് 15 സെൻറ്റിമീറ്ററാണ്, രണ്ടാമത്തെ വസ്തുവിന് 16 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഏതിനാണ് നീളം കൂടുതൽ? ഉത്തരം ആയില്ലേ? അതുപോലെ തന്നെ ചെറിയ വസ്തുക്കളെ ആണെങ്കിൽ വളരെ ചെറിയ അളവുകോലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നീളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭാരത്തിൻ്റെ കാര്യത്തിലായാലും ഇത് തന്നെയാണ് ചില കാര്യം. ഉയരത്തിൻ്റെ, ദൂരത്തിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലുള്ള അക്കങ്ങളോട് അനുബന്ധിച്ച അളവുകോലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ അക്കങ്ങൾ എന്ന് പറഞ്ഞു, അക്കങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പം മുതലേ തന്നെ മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള അക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മാത്സ് അധ്യാപകർ, ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാത്സ് അധ്യാപകർ ഈ കാര്യം ശ്രദ്ധിക്കണം. എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം? അക്കങ്ങൾ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ടോ? 0 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ടോ? അത് ശരിക്കും പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്ന് 10 മുതൽ അങ്ങോട്ട് പഠിപ്പിക്കാം. 100 വരെ പഠിപ്പിക്കാം, 1000 വരെ പഠിപ്പിക്കാം, 10,000 വരെ പഠിപ്പിക്കാം. പിന്നീട് അങ്ങോട്ട് പോകുന്നു. അവ എഴുതാനും പറയാനും കിട്ടുക എന്നതാണ് ഈ ആദ്യ ബാലപാഠങ്ങളിൽ ഒന്നായിട്ട് വരേണ്ടത്. ഇനി ഇത് പഠിപ്പിച്ചാൽ മാത്രം മതിയോ? ഇല്ല. അതുപയോഗിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി കൂടി വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ആ സിലബസിൽ വരണം. ഞാനിവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ പറയില്ലേ, ബിലീഫ് സിസ്റ്റം എന്നൊക്കെ പറയില്ലേ, ആ രീതികൾ അങ്ങനെയാണ്. അതിന് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിലെ അധ്യാപന മനഃശാസ്ത്രം
മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടേക്കാം എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇത് പറയുന്നത്. ചില വിദ്യാർത്ഥികളിലെങ്കിലും ഞാൻ ഉപയോഗിച്ച് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇവിടെ വ്യക്തമാക്കിക്കൊള്ളുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, നീളത്തിൽ ഒന്നുകൂടി ഞാൻ പറയാണ്, നീളത്തിൻ്റെ കാര്യത്തിൽ, ഭാരത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വ്യാപ്തത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അക്കങ്ങൾ ഉപയോഗിച്ചുള്ള അളവുകോലുകൾ ഉപയോഗിക്കണം. അതല്ല വലിയ വ്യത്യാസങ്ങളാണെങ്കിൽ, ഒരു വലിയ വസ്തുവാണ് ചെറിയ വസ്തുവാണ് എന്നിവയൊക്കെ നമുക്ക് അളക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഉയരമുള്ള ഒരു വസ്തു, ഉയരം കുറഞ്ഞ വസ്തു, ഉയരം കൂടിയ കുട്ടി, ഉയരം കുറഞ്ഞ കുട്ടി, അല്ലെങ്കിൽ ഭാരം കൂടിയ ഒരു വസ്തു, ഭാരം കുറഞ്ഞ വസ്തു, ഇവ മനസ്സിലാക്കാനായിട്ട് എളുപ്പം സാധിക്കും നമുക്ക്. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പെട്ടെന്ന് കണ്ടെത്താനായിട്ട്, പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഈ അളവുകൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും വരാം. ഇത്തരത്തിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കങ്ങളുടെ ഗുണനമാണ്. ഗുണനം ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഗുണനത്തിന് മുമ്പ് ഞാൻ വിട്ടുപോയി. രണ്ടാമത്തെ കാര്യമാണ് അക്കങ്ങൾ തമ്മിൽ കൂട്ടുക കുറയ്ക്കുക എന്നുള്ള കാര്യം. അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതും നമുക്ക് ആവശ്യം തന്നെയാണ്. രണ്ട് വസ്തുക്കൾ എണ്ണം കൂട്ടുന്നത് കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ തലത്തിൽ നാം പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ തലത്തിലാണ് ഗുണനം പറയുന്നത്, അതുപോലെ തന്നെ ഹരണമൊക്കെ ഹരിക്കുന്നത്. ഈ വക കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണം. ഭിന്നസംഖ്യയൊക്കെ കൂട്ടാൻ വരുന്ന അതിനേക്കാളും കൂടുതൽ ഇതിലൊക്കെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ലവണ്ണം പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിന് ഭാഷാ വിഷയങ്ങൾക്ക് തുല്യമായ പ്രാധാന്യമേ നൽകുന്നുള്ളൂ, അല്ലെങ്കിൽ ഭാഷാ വിഷയങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ കൂടെ അല്പം കൂടി കുറച്ച് നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട സംഗതി. ഭാഷാ വിഷയം ഒരു പ്രത്യേകതയുണ്ട്. ഭാഷ നാം സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വീട്ടിലും സമൂഹത്തിലും ഒക്കെ ഭാഷ ഉപയോഗിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ ഏത് പഠിക്കുന്നില്ല? ഈ മാത്തമാറ്റിക്സിൻ്റെ സംഗതികൾ അവിടെ പഠിക്കുന്നില്ല. അപൂർവം ചില കുട്ടികൾക്ക് മാത്രമേ പീടികയിൽ പോയി വസ്തുക്കളുടെ വില അറിയാനോ മറ്റോ ഒക്കെ സാധിക്കുന്നുള്ളൂ. അത് ഒരു ഘടകമാണ്. അവരവിടെ ഒരു പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകമായി എടുത്തു പറയാനുള്ളതാണ്. അപ്പോൾ നാം മനസ്സിലാക്കുന്നു, ചെറിയ ക്ലാസ്സുകളിൽ ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള രീതി, സമയം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സിൽ മാത്സ് പഠിക്കണമെങ്കിൽ എന്ത് വേണം? വർക്കൗട്ട് ചെയ്തിരിക്കണം, അത് പരിശീലനം നേടിയിരിക്കണം, അതുപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിൽ പരിശീലനം നേടിയിരിക്കണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ, അതായത് ഒരു പ്രശ്നത്തിന് അത് കുറച്ചുകൂടി വലുതായി പറയുകയാണെങ്കിൽ, ഒരാൾ ഇത്ര സമയം കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു, വേറൊരാൾ ഇത്ര സമയം കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു, ആർക്കാണ് കൂടുതൽ വേഗത എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊരു പ്രശ്നമാണ്. അത് കണ്ടെത്താനുള്ള ഒരു ഉപാധിയായിട്ട് മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നു. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. വേഗത കാണാനുള്ള സൂത്രവാക്യം നമുക്കറിയാം, അത് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്നു. ദൂരത്തിന് സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വേഗത കിട്ടും. അപ്പോൾ ഇവിടെ ഹരണമെന്ന പ്രക്രിയ വഴി, നമ്മൾ ഹരണം പഠിച്ചിട്ടുണ്ട്, ഹരണമെന്ന പ്രക്രിയ വഴി ഇതൊക്കെ കണക്കാക്കുന്നു. അതുപോലെ തന്നെ 10 കുട്ടികളുള്ള ക്ലാസ്സിൽ 50 മിഠായി ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്ക് നമുക്ക് തുല്യമായി വീതിക്കുകയാണെങ്കിൽ എത്ര മിഠായി കൊടുക്കുക എന്നുള്ള പ്രശ്നങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനുള്ള ശേഷി അവിടെ കൊടുക്കുകയാണ് വേണ്ടത്. അത് 1-2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മിടുക്കരായ വിദ്യാർത്ഥികൾ ശരിയാക്കി എന്ന് വെച്ച് മറ്റു വിദ്യാർത്ഥികൾ ശരിയാക്കണമെന്നില്ല, അവർ പരിശീലിക്കണമെന്നില്ല. ഇതിൻ്റെ മനഃശാസ്ത്രം ഞാൻ മനസ്സിലാക്കി തരാം. അതായത് നാം കാർ ഓടിക്കാനായിട്ട്, ധാരാളം ആളുകൾക്ക് കാർ ഓടിക്കാനായിട്ട് അറിയാം, പക്ഷെ കാറിൻ്റെ പ്രവർത്തനത്വം അറിയണമെന്നില്ല. പക്ഷേ ചില ആളുകളുണ്ട് കാർ ഓടിക്കാൻ തുടക്കത്തിൽ പഠിക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഗിയർ ഉള്ള കാറുകളാണ്. എത്രയൊക്കെ കാര്യങ്ങളിൽ അമർത്തുകയും മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ബ്രേക്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്, ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, അതുപോലെ മിററിൽ കൂടെ നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ശരിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? പറഞ്ഞാൽ ശരിയാവുമോ? അത് അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിച്ച് മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, സൈക്കിൾ ചവിട്ടി തന്നെയായി പഠിക്കാൻ പറ്റുകയുള്ളൂ. സൈക്കിൾ ചവിട്ടണം. തുടക്കത്തിൽ സൈക്കിൾ ചവിട്ടാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതായത് വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ നീങ്ങും എന്നുള്ള വാക്യം, അത് സാധാരണ തമാശയായി പറയുന്നതാണെങ്കിൽ പോലും അത് നമുക്കറിയാം. എന്ന് വെച്ചിട്ട് അത് ശീലിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മസ്തിഷ്കത്തിനും ശാരീരിക ചലനവുമായി ബന്ധപ്പെടുത്തി അത് ശീലിക്കേണ്ടിയിരിക്കുന്നു, സൈഡ് ഒതുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ
കാറിൻ്റെ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളിലും ഇത് തന്നെയാണ്. ഇതുപോലെ തന്നെയുള്ള ബന്ധപ്പെട്ട പഠനവുമായാലും ശരി ഇത് തന്നെയാണ് ഉള്ളത്. ഈ കാര്യത്തിലാണ് കണക്കിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ടത്. കുട്ടികൾ കണക്കിൽ പിന്നാക്കത്തിലാവുന്നതിൻ്റെ കാര്യം പ്രാക്ടീസ് പോരാ എന്നുള്ളതാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കണമെങ്കിൽ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാർ ഓടിക്കാൻ നല്ലവണ്ണം പഠിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് റോഡിലൂടെ സധൈര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. അത് ഈസി ആയി തീരുക. ആദ്യമൊക്കെ കാർ ഓടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എതിരെ വാഹനങ്ങൾ വരുമ്പോൾ, സൈഡ് കൊടുക്കേണ്ടി വരുമ്പോൾ, അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കേണ്ടി വരുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുക. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസിയായി മാറുന്നു. ഇവിടെ കുട്ടികൾക്ക് കണക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, സമയങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജമ്പിങ് ആണ്. ചില സമയങ്ങളിൽ ഒരു നിശ്ചിത സമയം മൂലം അധ്യാപകർ ആ പ്രാക്ടീസിങ്ങിൻ്റെ അവേഴ്സ് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടാവും. ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് സൈക്കിൾ ചവിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അതിനു വേണ്ടി തന്നെ കുറച്ച് സമയം ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ പഠനത്തിന്. ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല, കുറച്ച് സമയം തന്നെ ചിലവഴിക്കണം. സൈക്കിൾ ചവിട്ടായാലും ശരി, കാർ ഡ്രൈവിംഗ് ആയാലും ശരി, എത്രമാത്രം സമയം എടുക്കുന്നുണ്ട്, ഓരോ ദിവസങ്ങളായിട്ടല്ലേ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മാത്സിലെ ടൂളുകളായിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠനത്തിലേക്ക് എത്താനായിട്ട് അധിക ദിവസങ്ങൾ തന്നെ വേണ്ടി വരും. ഈ ദിവസങ്ങൾ നിശ്ചിത തോതിലാണ് വേണ്ടത്, നിശ്ചിത സമയമാത്രങ്ങളിലാണ് വേണ്ടത്. എന്നാൽ മാത്രമേ എത്തുകയുള്ളൂ. 2 ദിവസം അടുപ്പിച്ച് തന്നെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് അവന് ശേഷി വർദ്ധിക്കില്ല. ഇത് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് മാത്സിൻ്റെ കാര്യത്തിലും. അതായത് ഒരു 4 ദിവസം കൊണ്ട് 2 അധ്യായങ്ങൾ ഒക്കെ കഴിച്ചു തീർത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വിട്ടാൽ ശരിയാകുമോ? ഇല്ല. അവന് അതിൻ്റേതായ ഇടവേളകളോടുകൂടിയ ഒന്ന് വേണം. നാം ഡോക്ടർമാരെ അടുത്ത് നിന്ന് മരുന്ന് എഴുതി തരുന്നത് കണ്ടിട്ടില്ലേ? അതായത് ഇത്ര ദിവസം, 3 ദിവസം, 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇന്ന ഇടവേളകളിൽ ഭക്ഷണത്തോടു കൂടിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പൊക്കെ ആയിട്ട് കഴിക്കേണ്ടതെന്ന് പറയുന്നില്ലേ? അതുപോലെ തന്നെ ആ ഇടവേളകൾ കർശനമായി പാലിച്ചുകൊണ്ട് എത്തിയ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലർക്ക് കണക്ക് കൂട്ടുമ്പോൾ അല്പം അസ്വസ്ഥ അനുഭവപ്പെടുന്നു. കുറേ അക്കങ്ങൾ കൂട്ടാനോ അതുപോലെ അത് കണ്ടെത്താനോ ഒക്കെ അസ്വസ്ഥ അനുഭവപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ മുൻപ് പറഞ്ഞ തന്നെയാണ് കാരണം. അതായത് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാലും അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാനായിട്ട് തുടക്കത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരിക്കാം. അവർ ഇങ്ങനെ അസ്വസ്ഥ അനുഭവപ്പെടുന്ന ഇപ്പോൾ വലിയ പോസ്റ്റിലിരിക്കുന്നവരായാലും ശരി, ആർട്സ് സബ്ജക്റ്റ് എടുത്ത് അല്ലെങ്കിൽ ഭാഷാ വിഷയങ്ങൾ എടുത്ത് വലിയ പോസ്റ്റ് ഇരിക്കുന്നവരായാലും ശരി, പലർക്കും ഭിന്നസംഖ്യ വരുമ്പോൾ പ്രശ്നം, അതുപോലെ തന്നെ റേഷ്യോ കാണാൻ പ്രശ്നം, അതുപോലെ തന്നെ ഹൈക്കാൻ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നവരുണ്ട്. ഞാനത് അവരെ അവഹേളിക്കാനായി പറയുന്നില്ല. ഇതിൻ്റെ കാരണം, ഈ കാര്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം അവർ അത് പ്രാക്ടീസ് വേണ്ട വിധത്തിൽ ചെയ്യാത്തത് നിമിത്തമാണ്. ധാരാളം അക്കങ്ങൾ അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അങ്ങനെ അക്കങ്ങൾ ദിവസേന കുറച്ചത് 2-3 മാസമെങ്കിലും സ്ഥിരമായി നിശ്ചിത സമയം അരമണിക്കൂറോ 1 മണിക്കൂറോ പ്രാക്ടീസ് ചെയ്താൽ ഈ പ്രശ്നം തീരുന്നുള്ളൂ. അത്രയുള്ള കാര്യങ്ങളത്. ഇതും കുട്ടികൾക്കും ബാധകമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നത്, നിങ്ങളുടെ മക്കൾ ചെറിയ ക്ലാസ്സുകളാണെങ്കിൽ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ശേഷികൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഉദാഹരണത്തിന് 5ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു 10-40 അല്ലെങ്കിൽ 50 അക്കങ്ങൾ 4 സ്ഥാനമുള്ള അക്കങ്ങൾ കൂട്ടാനായിട്ട് ഇട്ട് കൊടുക്കുക. അവനത് 2-3 പ്രാവശ്യം കൂട്ടാനായിട്ട് പറയുക. ഉത്തരത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും കിട്ടും. അവൻ ഓക്കെ ആണോ, അതിന് ആ ലെവലിൽ എത്താനുള്ള ശേഷി അവനുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അക്കങ്ങളുമായിട്ട് നല്ല പരിചയം വേണം ഈ വിദ്യാർത്ഥിക്ക്. പിന്നെ അക്കങ്ങൾ മെമ്മറിയിൽ സൂക്ഷിക്കണം. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. നമുക്കറിയാം, ഓരോ കാര്യങ്ങളും അസോസിയേറ്റ് മെത്തേഡ് മുഖേനയാണ് നമ്മുടെ തലച്ചോറ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ മെമ്മറിയിൽ സൂക്ഷിക്കുക എന്നുള്ള കാര്യമുണ്ട്. നമ്മുടെ ചില അക്കങ്ങൾ നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ആയിരിക്കണം. ഉദാഹരണത്തിന് അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അത് മറക്കുക. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് വർഷം ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ നമ്മൾ അങ്ങനത്തെ കുറേ അക്കങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ളവയൊക്കെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം നമുക്ക് ഓർത്തു വയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് വേറൊരു പ്രത്യേകത പറയുന്നത്. പിന്നെ ഒരു പരിശീലിക്കേണ്ട ശീലം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മെമ്മറിയാണ്. അത് ഷോർട്ട് ടേം മെമ്മറി എന്ന് വെച്ചാൽ ഒരു 4 അക്കങ്ങളുള്ളൊരു സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലും ആ 4 അക്കങ്ങളുള്ള സംഖ്യ ഓർമ്മിച്ച് എടുത്തു പറയാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ ഈ അക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഏറെ ഓർമ്മ
ക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അക്കങ്ങളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പല കാര്യങ്ങളും തെളിയിക്കാനായിട്ട് ഗണിതശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഉദാഹരണത്തിന് നോക്കാം, നമ്മുടെ ശാസ്ത്രത്തിലെ പലതും തെളിയിച്ചിട്ടുള്ള അങ്ങനെ തന്നെയാണ്. അതായത് ഐസക് ന്യൂട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഗ്രാവിറ്റിയും മറ്റ് മുതലായ പല കാര്യങ്ങളിലും ഒക്കെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ് എന്ന പുസ്തകമൊക്കെ എഴുതി. അതൊക്കെ തെളിയിക്കാനായിട്ട് ഈ കാൽക്കുലസൊക്കെ അദ്ദേഹം വർഷങ്ങളോടെ എടുത്തു, 10-16 വർഷം തന്നെ എടുത്തിട്ടുണ്ട് അത് തെളിയിക്കാനായിട്ട്. അദ്ദേഹം അത് സ്വയം കണ്ടുപിടിച്ചു. അത്ര നല്ല രീതി ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് സ്വന്തമായി തെളിയിച്ചത്. പക്ഷെ അവിടെ തർക്കം വന്നിട്ടുണ്ട്, ലെബിനിറ്റ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആളാണ് സമാന്തരമായിട്ട് തന്നെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലെബിനിറ്റ്സിൻ്റെ പല നൊട്ടേഷൻസൊക്കെ ലെബിനിറ്റ്സിൻ്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. എങ്കിൽ കൂടിയും അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആള് പുതിയൊരു സിദ്ധാന്തം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ ആൾ തന്നെയാണ് ആവിഷ്കരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഐൻസ്റ്റീൻ ആ പ്രശ്നം ഉണ്ടായില്ല. വേറെ ശാസ്ത്രജ്ഞരാണ് അത് തെളിയിക്കാനായിട്ട്, റിലേറ്റിവിറ്റിയൊക്കെ തെളിയിക്കാനായിട്ട് അത് എടുത്തത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേക സ്മരണീയമാണ്. അപ്പോൾ അത്രയ്ക്കും കഠിനമായ പ്രശ്നങ്ങൾ, അതായത് തെളിയിക്കേണ്ടി വരുമ്പോൾ എന്ത് വേണം? മാത്തമാറ്റിക്സ് വേണം എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കേണ്ട കാര്യം. ഇനി സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ കാര്യങ്ങൾ പറയാം. ഇത് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് പഠിക്കുന്നു എന്നുള്ള കാര്യം കുട്ടിക്ക് അറിയാമെന്നാണ് അവിടെ ചെക്ക് ചെയ്യപ്പെടണം. അവിടെ അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട, ഭാഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ അതല്ലാതെ കൊണ്ട് പഠിക്കുന്നുണ്ട്. മീഡിയ വഴി പഠിക്കുന്നുണ്ട്, പത്രങ്ങൾ വഴി പഠിക്കുന്നുണ്ട്, ആൾക്കാർ വഴി പഠിക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് നോക്കാം മലയാളം അല്ലെങ്കിൽ ഭാഷ, അവയൊക്കെ നാം നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അത് എളുപ്പത്തിൽ എത്തിച്ചേരാനും പഠിക്കുന്നു. അതിനനുസരിച്ച് പീരീഡുകളും എല്ലാ ദിവസവും ഉണ്ട് താനും. പക്ഷേ ഇനി സാമൂഹ്യശാസ്ത്രത്തിൻ്റെ കാര്യം എടുക്കുക, അതും അതിൻ്റെ പറ്റിയുള്ള പല കാര്യങ്ങളും നാം കുടുംബജീവിതത്തിൽ പറയാറുണ്ട്, കൂട്ടുകാർ തമ്മിൽ പറയാറുണ്ട്. അവൻ്റെ അച്ഛൻ ഇന്ന വിദേശ രാജ്യത്താണ്, ഇന്ന വിദേശ രാജ്യത്തിൽ പ്രശ്നമുണ്ട്, ചേട്ടന്മാർ കനഡയ്ക്ക് പോയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ മെഡിസിൻ്റെ പോയ ചേട്ടനുണ്ട്, അവിടെ പൈസ കുറവാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ മെഡിസിന് പോയി കഴിഞ്ഞാൽ അത്രയും രാജ്യങ്ങളിൽ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പോയി കഴിഞ്ഞാലും പൈസ കുറവുണ്ട് ഇവിടെ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പലതും നമുക്കറിയാം. അത്രയും രാജ്യങ്ങളിൽ, 27 രാജ്യങ്ങളിൽ നമുക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പല കുട്ടികളെയും നിത്യജീവിതത്തിൽ ചർച്ചകൾ വരുന്നതാണ്, വീടുകളിൽ ചർച്ചകൾ വരുന്നതാണ്. പക്ഷേ മാത്സിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് അങ്ങനെ ചർച്ച വരുന്നില്ല. അതാണ് സത്യം. അതായത് ചില അമ്മമാരുണ്ട്, അവർ കൃത്യമായിട്ടും അറിയാം ഇത്ര ടീസ്പൂണാണ് ഇടേണ്ടത് ഇന്ന കറി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇന്ന ചായ ഉണ്ടാക്കാനായിട്ട് ഇത്ര ടീസ്പൂൺ പഞ്ചസാര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ അടയ്ക്കണം എന്നുള്ളതൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൽ വിട്ടത് കൊണ്ട് നമ്മുടെ വീടിൻ്റെ വിസ്തീർണ്ണം എത്രയാണ്, പറമ്പിൻ്റെ വിസ്തീർണ്ണം എത്രയാണ്, മുറിയുടെ വിസ്തീർണ്ണം എത്രയാണ്, അതുപോലെ ഭാരം എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപൂർവമായിട്ട് തന്നെ ചർച്ചകൾ വരുന്നുള്ളൂ. കണ്ടെത്താനുള്ള ശ്രമങ്ങളും അപൂർവമായിട്ട് തന്നെ നടത്തുന്നുള്ളൂ. അതും ഈ കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു വിഷയമാണ്. അത് സ്വാഭാവികമായി ക്ലാസ്സുകളിൽ മാത്രമായി ചുരുങ്ങുകയാണ്. മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുകളിലോ സമൂഹത്തിലോ അത്തരത്തിലുള്ള ഒരു ചർച്ച തീരെ വരുന്നില്ല. അത് അവൻ്റെ പഠനശേഷിയെ ബാധിക്കുന്നു. ഏത് തരത്തിലുള്ള കുട്ടികളെ? മാത്സിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ. ചില കുട്ടികളുണ്ട് വീടുകളിൽ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് ധാരാളം സമയം അത് കടലാസിൽ എഴുതി പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കണക്ക് എഴുതി പഠിച്ചാൽ ശരിയാവുള്ളൂ. സൈക്കിൾ ചവിട്ടി പഠിക്കണം, കണക്ക് എഴുതി പഠിക്കണം, കാറ് ഡ്രൈവ് ചെയ്ത് തന്നെ പഠിക്കണം. അതാണ് നമ്മുടെ ആപ്തവാക്യം, കണക്കിൻ്റെ ആപ്തവാക്യം അതാണ്. മാത്സ് എളുപ്പമാകാൻ അത് എഴുതി തന്നെ പഠിക്കണം, അത് ചിന്തിച്ച് പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ട്രിഗണോമെട്രിയിലെ പല കാര്യങ്ങളും ഉപയോഗത്തിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നില്ല. അത്തരം ടാസ്കുകൾ അവിടെ വരുന്നില്ല. ഇനി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെ ബുക്കുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക, അതിൽ പലതും ഉണ്ടാവില്ല. പല സമയത്തും അവൻ ഇപ്പോൾ സാധാരണ ഇതിലൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ ടീച്ചർ ബോർഡിൽ ചെയ്യുമ്പോൾ അവരത് വെറുതെ പകർത്തിയെടുക്കുന്നതായിരിക്കും ചെയ്യുക. അവന് അങ്ങനത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻപ് പല ക്ലാസ്സുകളിൽ അവൻ മുടങ്ങിയിട്ടുണ്ടാവാം. മുടങ്ങിയ കാര്യങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷേ ഈ കണക്കിൻ്റെ കാര്യത്തിൽ അത് വേറെ ബുദ്ധിമുട്ടാണ്. അത് ചെയ്ത് തന്നെ പറ്റുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡ്രൈവിംഗ് ക്ലാസ്സിൽ മുടങ്ങിയാൽ ഇന്ന കാര്യങ്ങളാണ് ഡ്രൈവിങ്ങിൽ എടുത്തത്, റിവേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ, എടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ അതാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല, നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയിലെ ടോപ്പിക് ഏതാണ് അത്
അവിടെ അവന് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. രക്ഷിതാക്കളായാലും അവരെ കണക്ക് ശ്രദ്ധിക്കുന്ന കണക്കിന് ട്യൂഷന് പോകുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ആ കുട്ടി അവിടെ പിന്നോക്കാവസ്ഥയിൽ വരുന്ന കുട്ടി എന്താണ് പ്രോബ്ലം എന്നാണ് കണ്ടെത്തുകയാണ്. നമ്മൾ ഡോക്ടർമാർ കണ്ടിട്ടില്ലേ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിനൊരു പട്ടികയുണ്ട് ശരി യഥാർത്ഥത്തിൽ. ഒന്ന്, അടിസ്ഥാന കാര്യങ്ങൾ കുട്ടിക്കില്ല. ഒരു വലിയ നമ്പർ ഇട്ട് കൊടുത്തു, ലക്ഷത്തിന് മുകളിൽ നമ്പർ ഇട്ട് കൊടുത്താൽ അത് പറയാൻ കിട്ടുമോ? ഒന്നാമത്തെ ടെസ്റ്റാണത്. അതുപോലെ തന്നെ അക്കങ്ങൾ കൂട്ടാനായിട്ട് ഇട്ട് കൊടുത്തു, അത് കിട്ടുമോ? ഒരു 5-6 അങ്ങനെ ഇട്ട് കൊടുക്കാം. അത് എത്ര സമയം കൊണ്ടാണ് കിട്ടുന്നത്? 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്നതും 1 മിനിറ്റ് കൊണ്ട് ഉത്തരം കിട്ടുന്നതും ഏറെ വ്യത്യസ്തമാണ്. ഉത്തരം കിട്ടുന്നുണ്ട് ശരിയായിരിക്കാം, പക്ഷെ 5 മിനിറ്റ് കൊണ്ട് കിട്ടിയത് അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാക്ടീസ് കുറവ് എന്നാണ്. ഉത്തരം തെറ്റിക്കുന്നു എന്താണ് അർത്ഥം? പ്രാക്ടീസ് കുറവ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് വേണം? അവിടെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവന് ചെയ്ത് കൊടുക്കണം. അത് സ്കൂളിലായാലും ശരി, പുറത്തായാലും ശരി, ട്യൂഷൻ മാഷായാലും ശരി, എവിടെയായാലും ശരി, വീട്ടിലായാലും ശരി, പ്രാക്ടീസ്. അക്കങ്ങൾ ഹരിക്കാനുള്ള കഴിവ്, കുടിക്കാനുള്ള കഴിവ്, ഇതൊക്കെ പ്രാക്ടീസ് വേണ്ടതാണ്. ഇവിടെയൊക്കെ പ്രശ്നം പറ്റിയിട്ട് പിന്നീട് ഇതിനെ സംബന്ധിച്ച് എതിർവശം കൊണ്ട് ഹരിക്കേണ്ട പ്രശ്നം വന്നു. കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. ട്രയാങ്കിൾ എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആകൃതികളെക്കുറിച്ച് അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ട കാര്യങ്ങളാണ് ട്രിഗണോമെട്രി വരുന്നത്. അപ്പോൾ അത് വരില്ല. അപ്പോൾ എന്ത് ചെയ്യും? വളരെ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരുന്നു. ഡിഫറൻസിയേഷൻ്റെ ബാലപാഠങ്ങൾ +2 ലെവലിലൊന്നും പഠിക്കാതെ കണ്ട് അത് പഠിക്കാനായിട്ട് കിട്ടിയ കോഴ്സുമായി ചേരുന്ന അവർ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് വേറൊരു കാര്യമാണ് കണക്കിനെ സംബന്ധിച്ച് പറയുന്നത്. അതായത് ഒരു മിടുക്കരായ കുട്ടികൾ അവർക്ക് അവരുടെ അച്ഛനമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ സംസാരിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ കൃത്യമായ 1-2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന കോഴ്സിന് ചേരണം, അതിൻ്റെ ഫലമായിട്ട് +2 ഇന്ന സ്കീം, സയൻസ് ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ ബയോളജി കടന്നിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കോമേഴ്സ് ആണോ, സാമൂഹ്യശാസ്ത്രമാണോ, ഗാന്ധി സ്റ്റഡീസ് ഒക്കെ ഉള്ളതാണോ എടുക്കണമെന്നൊക്കെ അവർക്ക് ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ എന്തിനേറെ പറയുന്നു, പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരിൽ പാവപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ധാരണയേ ഇല്ല. അവർ പ്രത്യേകിച്ച് സ്കൂളിൽ ചേർന്നത് +2 കോമ്പിനേഷൻ എടുക്കുന്നത് ഒക്കെ അവരുടെ സുഹൃത്തുക്കൾ എവിടെയാണ് ചേരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അവരുടെ അമ്മമാരുടെ അച്ഛൻ്റെയും ഒക്കെ കൂട്ടുകാരികൾ അവരുടെ മക്കൾ എവിടെയാണ് ചേരുന്നത്. അപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി, അച്ഛനും സന്തോഷമായി. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യങ്ങളിൽ എൻ്റെ മകൾ ഇൻ്റെ അടുത്ത് ചേരുന്ന, മറ്റാളുടെ മകൾ ഇൻ്റെ അടുത്താണ് ചേരുന്നത്, അടുത്ത് തന്നെ സുരക്ഷിതമാണ്, പോയി വരാനൊക്കെ എളുപ്പമാണ്, അത് വെച്ച് ചേരുന്നു. അവൾക്കതാണ് ഇഷ്ടം. അവൾക്ക് ഇഷ്ടം ഇപ്പോൾ ട്രെൻഡിങ് കോമേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമേഴ്സ് ഗ്രൂപ്പ് എടുക്കുകയാണ് ഇഷ്ടം. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. മാത്തമാറ്റിക്സ് പിന്നാക്കത്തിലാണെന്നുള്ള ധാരണയില്ല. അതുപോലെ തന്നെ കിട്ടിയ കോഴ്സിന് ചേരുന്നു. മാത്തമാറ്റിക്സിൽ പിന്നാക്കമുള്ള കുട്ടി പോയിട്ട് ഇതുപോലെ തന്നെ മാത്സിൻ്റെ ഗ്രൂപ്പ് എടുക്കുകയാണ്, കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പ് എടുക്കുകയാണ്. മാത്സും കമ്പ്യൂട്ടർ സയൻസുള്ള ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവന് ഡിഫറൻസിയേഷൻ തുടങ്ങുമ്പോൾ കിട്ടുമോ എന്നുള്ള അവസ്ഥ ചിന്തിച്ചാൽ തന്നെ മതി. അതും കൂടി ഞാനിവിടെ പറയാണ്. അതായത് നമ്മുടെ കൂട്ടുകാർ ചേരുന്നു, അതിനനുസരിച്ച് ഗ്രൂപ്പുകൾ എടുക്കുന്നു എന്ന് പറയുന്നത് വളരെ തന്നെ പ്രശ്നമുള്ള കാര്യമാണ്. ഞാൻ രക്ഷിതാക്കളോട് പറയുന്നു, അതുപോലെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് പറയുന്നു, ഇത്തരത്തിൽ നമ്മൾ അങ്ങനെ നീങ്ങുകയാണെങ്കിൽ ആ ചിന്താ രീതി മാറ്റേണ്ടിയിരിക്കുന്നു. അവനവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ താല്പര്യമുള്ള സബ്ജക്റ്റുകൾ എടുക്കാൻ ഇഷ്ടംപോലെ കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇഷ്ടം പോലെയാണ് എടുക്കുന്നത്. ആർട്സ് ഗ്രൂപ്പ് തന്നെ ഇഷ്ടം പോലെ, സയൻസ് ഗ്രൂപ്പ് തന്നെ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ ആവണ്ട, അതിന് തൊട്ട് താഴെ തന്നെ ബിരുദ കോഴ്സുകൾ ഇഷ്ടം പോലെ തന്നെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഈ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തിരഞ്ഞെടുക്കുക, കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നിവ മാറ്റേണ്ടിയിരിക്കുന്നു. എത്രമാത്രം കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുത്താലും പലരും നീങ്ങുന്നത് കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ചേട്ടൻ ഇന്ന കോഴ്സിന് പോയി നല്ല ജോലിയിലെത്തി, അല്ലെങ്കിൽ അയൽപ്പക്കത്തെ കുട്ടി ഇന്ന കോഴ്സിന് പോയി നല്ല ജോലിയിലെത്തി. തൻ്റെ കഴിവ് ഏതിലാണ് കിടക്കുന്നത്? തൻ്റെ കഴിവ് മാത്സ് പഠിക്കാനാണ് എങ്കിൽ അത് മനസ്സിലാക്കി കുട്ടി അത്തരത്തിലുള്ള ഇതിലല്ലേ പോകേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് സംഭവിക്കുന്നത് ഏവറേജും ബിലോ ഏവറേജും ഉള്ള കുട്ടികൾക്കാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയുന്നു. അവർ രക്ഷിതാക്കളൊക്കെ ആണെങ്കിലോ ഇവ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പകൽ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് രാത്രി ക്ഷീണിച്ചായിരിക്കും വരിക.
പിന്നെ മക്കളുടെ അഭിപ്രായവും ഒക്കെ കൂടി ചേർന്ന് അവിടെ വരുന്നു. മക്കൾക്ക് പലപ്പോഴും സ്ട്രിക്റ്റ് ഇല്ലാത്ത സ്കൂളിൽ ചേരാനാണ് താല്പര്യം എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു. സ്ട്രിക്റ്റിനെ അവർക്ക് ഇഷ്ടമല്ല. അതുകൂടി പറയട്ടെ, അച്ചടക്കത്തോടു കൂടി നല്ല പഠന സംവിധാനങ്ങൾ കൂടിയ സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചേരാൻ വലിയ താല്പര്യം പല പിന്നോക്കം നിൽക്കുന്ന കുസൃതിക്കാരായ കുട്ടികൾ കാണിക്കുന്നില്ല എന്നുള്ള സത്യം ഇവിടെ വിളിച്ചു പറയട്ടെ. ഞാൻ വീണ്ടും പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ മക്കൾ എഞ്ചിനീയറായില്ല, ഡോക്ടറായില്ല എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ടതില്ല. അതിനേക്കാളും ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലികൾ, ആധുനിക കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഇതിൽ ഇടയിൽ കൂടെ പറയുകയാണ്. രക്ഷിതാക്കൾ അക്കാര്യം മനസ്സിലാക്കാതെ കൊണ്ട് അത്തരം കോഴ്സുകളുണ്ട്. ഞാൻ വീണ്ടും മാത്സിൻ്റെ ഭാഗത്തിലേക്ക് തിരിക്കാം. നമ്മൾ മാത്സിലെ കുറച്ച് കട്ടി കൂടിയ ബീജഗണിതവും ഒക്കെ തുടങ്ങുന്നത്, ആൾജിബ്രയും ജോമെട്രിയും ഒക്കെ തുടങ്ങുന്നതൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ വരുമ്പോഴാണ് പലരും ട്യൂഷനും ഒക്കെ പറഞ്ഞയക്കുന്നത്. അവിടെ വരുമ്പോഴും ഈ വർക്കൗട്ടിൻ്റെ, ഈ പരിശീലനത്തിൻ്റെ, വീട്ടിൽ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ കേട്ടിട്ടുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യം തോന്നാത്തത് അത് ചെയ്യാത്തത് കൊണ്ടാണ്. മുൻ ക്ലാസ്സുകളിൽ അത് ചെയ്തിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് എന്നുള്ള കാര്യം പറയുന്നു. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ തന്നെ അല്പം ദൈർഘ്യം കൂടിയുണ്ട്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.